സ്ത്രീ പീഡകനായ വില്ലൻ. റിപ്പോർട്ടുകൾ സത്യമാകുന്നു. യഥാർത്ഥ ജീവിതത്തിൽ വില്ലന്മാരായിരുന്നവരുടെ കഥ നെഗറ്റീവ് ഷെയ്ഡിൽ തന്നെ പ്രധാന കഥാപാത്രങ്ങളാക്കി സിനിമയൊരുക്കുന്ന തിരക്കഥാകൃത്താണ് ജിതിൻ കെ ജോസ്. ഏറെ വാർത്തകളിൽ നിറയുന്നതും പിടികിട്ടാപ്പുള്ളിയായി ഇന്നും തുടരുന്ന സുകുമാരക്കുറുപ്പിന്റെ ജീവിതം പ്രധാന കഥാപാത്രമാക്കി ദുൽഖറിനെ വെച്ച് കുറുപ്പ് എന്ന സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയത് ജിതിനായിരുന്നു. ഇപ്പോഴത്തെ മലയാള സിനിമ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് മമ്മൂക്ക, വിനായകൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന പേരിടാത്ത ഈ സിനിമ. ഇതിന്റെ ഷൂട്ടിംഗ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പൂർത്തിയായത്. വളരെ രഹസ്യമായി തന്നെ ഒരുക്കിയ സിനിമയുടെ പ്രധാന പ്ലോട്ട് ഇപ്പോൾ ലീക്കായിരിക്കുകയാണ്. രാജ്യസഭാ എംപിയും കൈരളി മാനേജിംഗ് ഡയറക്ടറുമായ ജോൺ ബ്രിട്ടാസ് നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരം. സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ പുള്ളി പറഞ്ഞു, പുതിയ സിനിമയിൽ പുള്ളിയാണ് വില്ലൻ. വില്ലൻ എന്ന് പറഞ്ഞാൽ വലിയ സ്ത്രീ പീഡകനായ വില്ലനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലാതെ ആരാധകരെ വിഷമിപ്പിക്കുമോ എന്ന്. എന്ത് ആരാധകർ? നമ്മൾ ഓരോ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പുള്ളി എന്നോട് പറഞ്ഞു. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രത്തോളം പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു നടൻ വേറെയുണ്ടോ? എനിക്ക് അത്ഭുതമാണ്. ഒരുപക്ഷെ മമ്മൂക്കയ്ക്ക് ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്തുന്നതാണ് നല്ലത്. പുള്ളിക്ക് പ്രത്യേകിച്ച് ഇനിയൊന്നും നേടാനില്ല. ഇനി നേടാനുള്ളതെല്ലാം പുതിയ പരീക്ഷണങ്ങളിലൂടെ നേടേണ്ട കാര്യങ്ങളാണ്, ബ്രിട്ടാസ് പറഞ്ഞു. 20ഓളം സ്ത്രീകളെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച ശേഷം സൈനൈഡ് നൽകി കൊലപ്പെടുത്തി ആഭരണങ്ങൾ കവർന്ന് കുപ്രസിദ്ധനായ ആളാണ് സൈനൈഡ് മോഹൻ എന്ന മോഹൻകുമാർ. ഈ കഥാപാത്രത്തെ മമ്മൂക്ക അവതരിപ്പിക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. ഏതായാലും ബ്രിട്ടാസിന്റെ ഈ വാക്കുകൾ സിനിമയ്ക്ക് വമ്പൻ ഹൈപ്പ് തന്നെ ഉണ്ടായിക്കൊടുക്കും. ഫസ്റ്റ് ലുക്കും ടീസറും ഇറങ്ങുന്നതോടെ കരിയറിൽ മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് നേടാൻ പോകുന്ന ഒരു സിനിമയായി മാറാനുള്ള സാധ്യത ഏറെയാണ്. സെപ്റ്റംബർ 25-ന് നാഗർകോവിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. ഇത്തരത്തിലുള്ള വില്ലൻ കഥാപാത്രങ്ങളെ മമ്മൂക്ക അവതരിപ്പിക്കുന്നതിനോട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമന്റായി രേഖപ്പെടുത്താം. അധികം വൈകാതെ ഇതിന്റെ അപ്ഡേറ്റുകൾ പ്രതീക്ഷിക്കാം. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.